എവ്രി വൺ വെൽക്കം ടു ടോപ്പേഴ്സ് ടോക്ക് അറ്റ് ഫോർച്യൂൺ IAS അക്കാഡമി. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ 93-ാം റാങ്ക് നേടിയ ആനിയാണ്. ആനിയോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. ആനി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 93rd റാങ്ക്, ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നു? ഇല്ല, റാങ്ക് എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷെ ബിലോ 100 എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ ആ റാങ്ക് കിട്ടിയപ്പോഴുള്ള ആ ഒരു ഹൈ, ആ ജോയ്, അതൊന്ന് ഷെയർ ചെയ്യാമോ? റാങ്ക് ഞാൻ റിസൾട്ട് വന്ന് അറിഞ്ഞില്ല. അപ്പോൾ സാറാണ് വിളിച്ചത്. അപ്പം വിളിച്ചപ്പം എനിക്ക് പെട്ടെന്ന് ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് ആയിരുന്നു. ഒരു റിലീഫ് ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഓവർവെൽമിംഗ് ആയി. ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് ആയിരുന്നു എല്ലാത്തിന്റെയും. അപ്പൊ ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ അന്ന് റിസൾട്ട് വന്നപ്പോൾ? വീട്ടിലായിരുന്നു, ഫാമിലി തന്നെ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നു. അച്ഛനമ്മ, അനിയൻ, അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. അനിയൻ എന്ത് പറഞ്ഞു? സന്തോഷം, എല്ലാവരും ഒത്തിരി സന്തോഷമായിരുന്നു എല്ലാവർക്കും. ആനി സിവിൽ സർവീസസിലേക്ക് വരണം എന്നുള്ളത് കൊച്ചിലെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു, അതോ റീസെന്റ് ഡെവലപ്പ് ചെയ്ത ഒരു അംബിഷൻ ആയിരുന്നു? റീസെന്റ് ആയിരുന്നു. ഞാൻ MSc ചെയ്യുന്നതിന്റെ ഇടയിലാണ് അങ്ങനെ കുറച്ച് ടോപ്പേഴ്സ് ടോക്സ് ഒക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് കോച്ചിങ്ങിനൊക്കെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരു സ്ട്രോങ് ഇൻട്രസ്റ്റ് വന്നത്. സിവിൽ സർവീസസ് തന്നെ ആണ് എന്നുള്ള ഒരു ആഗ്രഹം വന്നത് പഠിച്ചു തുടങ്ങി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ സിവിൽ സർവീസ് ചെയ്യാൻ പോവാണ് എന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ സപ്പോർട്ടീവ് ആയിരുന്നോ, അതോ ഇത് കിട്ടാൻ ഡിഫിക്കൽട്ട് ആണ്, വേറെ എന്തെങ്കിലും കൂടെ പ്ലാൻ ബി വേണം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പ്ലാൻ ബി വേണം എന്ന് പറഞ്ഞില്ല, പക്ഷെ ഡിഫിക്കൽട്ട് ആണ് എന്ന് പറഞ്ഞിരുന്നു. സപ്പോർട്ടീവ് ആയിരുന്നു. അതിന്റെ കൂടെ തന്നെ പറഞ്ഞു ദിസ് ഇസ് നോട്ട് സംതിങ് ഈസി. ഒരു 3-4 വർഷം ആൾക്കാർ പ്രിപ്പയർ ചെയ്തിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവണം. ആ ഒരു മൈൻഡ് സെറ്റോട് പോണം. ആദ്യം തൊട്ട് എഴുതുമ്പോഴേ കിട്ടില്ല അങ്ങനെയൊന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. പക്ഷെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. 3-4 വർഷം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന് പറയുമ്പോഴും 3-4 വർഷം പഠിച്ച കുഴപ്പമില്ല, അതുവരെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു. അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഇപ്പൊ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയപ്പോ വീട്ടിൽ പോയി പറഞ്ഞോ ഞാൻ അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയല്ലോ എന്ന്? ഒത്തിരി സന്തോഷമായിരുന്നു. അവരെ എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നേക്കാൾ കൂടുതൽ. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഈ 93rd റാങ്കിലേക്ക് എത്തിയ ജേർണി, നമുക്കത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി, പക്ഷെ എന്നാലും അത്ര എളുപ്പമായിരുന്നിരിക്കില്ല. എന്നാൽ ഈ ജേർണിയിലേക്ക് എത്താൻ എന്തൊക്കെയോ ശരിയായിട്ട് ആനി ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കറക്റ്റായിട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്നു കൺസിസ്റ്റൻസിയോടെ ചെയ്തു എന്നുള്ളതാണ്. ചെയ്ത കാര്യങ്ങളെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു. ചെയ്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ റീഡിംഗ് ആണെങ്കിലും, ക്ലാസ്സസ് റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിലും, ടെസ്റ്റ് എടുക്കുന്നതാണെങ്കിലും എല്ലാം കൺസിസ്റ്റൻസിയോടെ ചെയ്തു എന്നുള്ളതിലാണ് എനിക്ക് തോന്നുന്നു ആ ഒരു സീക്രട്ട് ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിക്കുമ്പോൾ എന്ത് പഠിക്കണം എന്നുള്ളത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെ പഠിക്കരുത്, ആൻഡ് അതുപോലെ തന്നെ റിവിഷനും. അപ്പോൾ ബേസിക്കലി പ്രയോറിറ്റൈസേഷൻ, ആനി എങ്ങനെയാണ് ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്തിരുന്നത്? ഞാൻ കൂടുതലും PYQs വെച്ചിട്ടാണ് ഈ പ്രയോറിറ്റൈസേഷൻ ചെയ്തത്. കാരണം UPSC എന്ത് ചോദിക്കുന്നു ചോദിക്കുന്നില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പം ആദ്യം തന്നെ PYQസിലോട് ജസ്റ്റ് ഒന്ന് നോക്കി. ആദ്യം നമുക്ക് ടോപ്പിക്സ് ഒന്നും അറിയില്ല, ഏത് GS ആണെന്ന് പോലും ചിലപ്പോൾ ആദ്യം മനസ്സിലാവില്ല. പക്ഷെ ചുമ്മാ ഒന്ന് വായിച്ചു നോക്കി. മെയിൻസിന്റെ പേപ്പേഴ്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തു എന്താ ചോദിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കി അത് കഴിഞ്ഞിട്ടാണ് ന്യൂസ് പേപ്പർ റീഡിങ്ങും നോട്ട്സ് ഉണ്ടാക്കാനും എല്ലാം തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ ഗ്രാജുവലി ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ വീണ്ടും PYQs വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ. വീണ്ടും വീണ്ടും PYQസിൽ കൂടെ ഞാൻ പോകുമായിരുന്നു. എന്തെങ്കിലും പ്രയോറിറ്റി മാറ്റണോ, എന്തെങ്കിലും കുറച്ചും കൂടെ നോക്കണോ, ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഇല്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടി PYQസിലോട് അലൈൻ ചെയ്തായിരുന്നു പ്രിപ്പറേഷൻ മൊത്തം കൊണ്ടുപോയത്. അപ്പോൾ സബ്ജക്ട് വൈസ് PYQs ഡിവൈഡഡ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? സബ്ജക്ട് വൈസ് ആയിട്ട് ഉണ്ടായിരുന്നു, അല്ലാണ്ട് ഇയർ വൈസ് PYQസും രണ്ടും നോക്കിയിരുന്നു. ഇപ്പം വെയിറ്റേജ് മാറുന്നതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇയർ വൈസ് PYQസും റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി പ്രിലിംസിന് വേണ്ടിയിട്ട്. നമ്മൾ എസ്പെഷ്യലി പഠിക്കുന്നതിന് മുമ്പ് PYQs നോക്കുമ്പോൾ നമുക്കങ്ങനെ കാര്യമായി ഒന്നും മനസ്സിലാവില്ലല്ലോ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ. പക്ഷേ അതെങ്ങനെയാണ് ന്യൂസ് പേപ്പർ റീഡിങ്ങിനെ ഗൈഡ് ചെയ്തത്? കാരണം നമുക്ക് ഈ ടോപ്പിക്ക് പ്രോപ്പർലി അറിയില്ല, പക്ഷേ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. അതൊന്നുകൂടി ഇലാബറേറ്റ് ചെയ്യാമോ? PYQs നോക്കുമ്പോൾ പോളിറ്റി കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് കണ്ടു. എനിക്ക് പോളിറ്റിയിൽ വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, പോളിറ്റി ആണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാവുമായിരുന്നു. കാരണം ക്ലാസ്സസ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പോളിറ്റിയിൽ ചോദിക്കുന്നത് എന്തൊക്കെ ടോപ്പിക്സ് ആണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. ഇപ്പം പ്രസിഡന്റിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ന്യൂസ് പേപ്പറിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പൊസിഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ഒന്ന് വായിക്കും.
അപ്പൊ ആ ന്യൂസ് പേപ്പറിൽ എന്തെങ്കിലും ടോപ്പിക്സ് വന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കും. കാരണം നമുക്കതിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ. ഞാൻ അങ്ങനെയാണ് നോക്കിയത്. നേരത്തെ എന്തെങ്കിലും ഫെമിലിയർ പലതും മറന്നു പോകും. കാരണം നമുക്ക് അറിയാണ്ട് PYQs നോക്കുമ്പോൾ ഒരുപാടൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്ത് നോക്കുമായിരുന്നു. അങ്ങനെയാ ചെയ്തത്. പതുക്കെ ആ പ്രോസസ്സിൽ എത്തുമ്പോഴേ കറക്റ്റ് ഏത് GS ആണ് GS-ൽ തന്നെ ഏത് ടോപ്പിക്കാന്നൊക്കെ മനസ്സിലാവുള്ളൂ. പക്ഷെ ഗ്രാജുവലി അത് മനസ്സിലാവാൻ തുടങ്ങിയപ്പോൾ അതിന് വീണ്ടും വീണ്ടും റീവിസിറ്റ് ചെയ്തിട്ടുണ്ട് PYQs ഒരുപാട് വട്ടം. ഇപ്പൊ പറഞ്ഞല്ലോ പൊളിറ്റിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു എന്ന്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ആനിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ചോദിച്ചില്ല. അപ്പം ആനിയുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എവിടെ നിന്നാണ് വരുന്നത്, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും അനിയത്തിയാണുള്ളത്. സ്കൂളിംഗ് കണ്ണൂരിൽ നിന്ന് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് BSc സുവോളജി ആണ് ചെയ്തത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന്. അതിനുശേഷം MSc സുവോളജി കാര്യവട്ടം ക്യാമ്പസ് ട്രിവാൻഡ്രം. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നുകൊണ്ടാണോ ആന്ത്രപ്പോളജി ഓപ്ഷനായിട്ട് എടുത്തത്? അതൊരു ഫാക്ടർ ആയിരുന്നു. കാരണം ഞാൻ സിലബസ് നോക്കിയപ്പം ബയോളജിയുടെ കുറച്ച് പോർഷൻസ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് കൂടാതെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഓപ്ഷണൽ ആന്ത്രപ്പോളജി ആയിരുന്നു കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളതിൽ നിന്ന്. അപ്പം പിന്നെ നല്ല അക്കാഡമിക് ഗൈഡൻസ് ഉണ്ടായിരുന്നു. റിസോഴ്സസ് അവൈലബിൾ ആയിരുന്നു ഒരുപാട്. ടോപ്പേഴ്സ് നോട്ട്സ് ആയാലും ചാനൽസ് ഒക്കെ ആണെങ്കിലും ആന്ത്രോയ്ക്ക് അങ്ങനെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അക്കാഡമിക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആന്ത്രോയിലേക്ക് എത്തിയത് ഓപ്ഷണലിന്റെ കാര്യത്തിൽ. ആന്ത്രപ്പോളജിയുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒന്ന് വളരെ ഷോർട്ട് ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ആന്ത്രപ്പോളജി ഞാൻ ചെയ്തത് ടോപ്പേഴ്സ് നോട്ട്സ് തന്നെയായിരുന്നു. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് വായിച്ചത് വളരെ കുറവാണ്. കൂടുതലും ടോപ്പേഴ്സ് നോട്ട്സ് വെച്ചിട്ട് ടോപ്പേഴ്സിന്റെ ആൻസർ കോപ്പീസ് വെച്ചിട്ടായിരുന്നു ഞാൻ പഠിച്ചത്. അതിനുള്ള സമയം കിട്ടിയുള്ളൂ ആന്ത്രോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ടോപ്പേഴ്സ് സുരഭി ഗോയൽ എന്ന് പറഞ്ഞൊരു മാമിന്റെ നോട്ട്സ് എടുത്തു. പിന്നെ അപാല മിശ്ര മാമിന്റെ നോട്ട്സ് എടുത്തു. ഇത് രണ്ടും കമ്പൈൽ ചെയ്ത് ചില പോർഷൻസ് ഏത് നോട്ട്സ് ആണ് എനിക്ക് കംഫർട്ടബിൾ നോക്കി അത് രണ്ടും ഞാൻ പ്രിന്റ് എടുത്ത് കമ്പൈൽ ചെയ്ത് വെച്ചു. കുറച്ച് പോർഷൻസ് ഓൺലൈൻ ഡിജിറ്റൽ ആയിട്ട് നോക്കി. അങ്ങനെ ആയിരുന്നു ആന്ത്രോയുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. പിന്നെ കുറച്ച് ടോപ്പേഴ്സ് കോപ്പീസ് എടുത്ത് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു. നല്ല വാല്യൂ എഡിഷൻ പോയിന്റ്സ് ഒക്കെ എല്ലാം കളക്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല. ചില റിപ്പോർട്ട്സോ അങ്ങനെ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ടോപ്പേഴ്സ് കോപ്പീസിൽ കാണുവാണെങ്കിൽ അതൊന്ന് കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു ആന്ത്രോയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു ആന്ത്രോയുടെ പ്രിപ്പറേഷൻ പോയത്. ഈ ടോപ്പേഴ്സ് കോപ്പി എവിടെ നിന്നാണ് കളക്ട് ചെയ്തിരുന്നത്? എങ്ങനെ ഈ ടോപ്പേഴ്സ് കോപ്പി അവൈലബിൾ ആവുന്നത്? ടോപ്പേഴ്സ് കോപ്പീസ് ചില ടോപ്പേഴ്സ് കോപ്പീസ് ഓൺലൈനിൽ തന്നെ ഉണ്ട്, ഗൂഗിളിൽ തന്നെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽസ് ഉണ്ടാവും. ടോപ്പേഴ്സ് തന്നെ തുടങ്ങുന്ന ഒത്തന്റിസിറ്റി ഉണ്ടല്ലോ, അപ്പം അവരുടെ നോട്ട്സ് അവർ പബ്ലിഷ് ചെയ്യും ആ ടെലിഗ്രാം ചാനലിൽ. അതിൽ നിന്നാ ഇങ്ങനെ സോഴ്സ് ചെയ്തത് ഈ ടോപ്പേഴ്സ് കോപ്പീസ് എല്ലാം. ഈ ടോപ്പേഴ്സ് കോപ്പി നോക്കുന്ന സ്ട്രാറ്റജി ജനറൽ സ്റ്റഡീസിനും SAയ്ക്കും എല്ലാം ഉപയോഗിച്ചിരുന്നു? എല്ലാത്തിനും അത് തന്നെയായിരുന്നു എന്റെ സ്ട്രാറ്റജി. GS-നാണേലും എസ്പെഷ്യലി എത്തിക്സ് ആൻഡ് SA രണ്ടിനും എക്സ്റ്റെൻസീവ് ആയിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ടോപ്പേഴ്സിന്റെ കോപ്പീസ്. SA ആണേലും എത്തിക്സ് ആണേലും നല്ല നല്ല പോയിന്റ്സോ സ്റ്റോറീസോ ഒക്കെ കിട്ടുമ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. SAയുടെ ഒക്കെ തലേന്ന് ഞാൻ ആ ഒരു കമ്പൈലേഷൻ ഞാൻ കളക്ട് ചെയ്ത് വെച്ച സ്റ്റോറീസ് വായിച്ചിട്ടാണ് ഞാൻ SAയ്ക്ക് പോയി എഴുതിയതും. അപ്പം അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഓൾറെഡി മാർക്സ് കിട്ടിയ കാര്യങ്ങളാണ്. അപ്പം ഞാൻ അത് കളക്ട് ചെയ്ത് വെക്കാൻ ഒരു സമയം കണ്ടെത്തിയിരുന്നു എല്ലാ ദിവസവും തന്നെ. ഞാൻ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യനിൽ ആനി പറഞ്ഞത് കൺസിസ്റ്റൻസി ആണ് കീ എന്നാണ്. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം എന്ന് പറയാൻ എളുപ്പമാണെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് വരും. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റി വെച്ച് നമ്മുടെ ഫോക്കസ് ഭയങ്കര റേസർ ഷാർപ്പ് ആയിരിക്കണം, എന്നാലേ നമുക്ക് കൺസിസ്റ്റന്റ് ആവാൻ പറ്റുള്ളൂ. ആനി എങ്ങനെയാണ് ആക്ച്വലി കൺസിസ്റ്റന്റ് ആൻഡ് ഫോക്കസ്ഡ് ആയത്? കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ഒരു ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ കുറച്ച് ഒഴിവാക്കിയിരുന്നു പ്രിപ്പറേഷന്റെ സമയത്ത്. ഇൻസ്റ്റഗ്രാം ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും നന്നായി കുറച്ചു സോഷ്യൽ മീഡിയ. പിന്നെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുന്നതും കുറച്ചിരുന്നു ആ ഒരു സമയത്ത്, വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി. ആകെ ചെയ്തിരുന്ന ഒരു കാര്യം നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കാണുമായിരുന്നു, എന്റെ ഒരു സ്ട്രെസ് ബസ്റ്റർ പോലെ. ബാക്കി അതായിരുന്നു മെയിൻ ഡിസ്ട്രാക്ഷൻ. സോഷ്യൽ മീഡിയ ആയിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ അങ്ങനെയാണ് സോഷ്യൽ മീഡിയ കുറച്ചപ്പോൾ തന്നെ കുറെ ഡിസ്ട്രാക്ഷൻസ് പോയിരുന്നു. നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ ഒരു ടൈം ടേബിളോ സ്റ്റഡി ഷെഡ്യൂളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സ്റ്റഡി ടേബിളിനേക്കാളും ഞാൻ ചെയ്തത് ടൈമർ വെച്ചിട്ടായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി. ഞാൻ ചെയ്തിരുന്ന അങ്ങനെയാണ്. ഞാൻ ക്ലാസ് ഉള്ള ദിവസം എല്ലാം ഒരു 4 to 5 ടൈമർ വെക്കുമായിരുന്നു. 4 to 5 hours ടൈമർ വെക്കും. അപ്പം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ബ്രേക്ക് എടുക്കുവാണെങ്കിൽ ടൈമർ പോസ് ചെയ്യും. എന്തെങ്കിലും കാര്യം ഒരു ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ റെസ്യൂം ചെയ്ത് പഠിക്കാൻ തുടങ്ങും. ആ ടൈമർ കഴിഞ്ഞ് ഓടി തീരുമ്പോൾ ഞാൻ പഠിത്തം അന്നത്തെ നിർത്തും. ചിലപ്പം വൈകിട്ടാകുമ്പോഴത്തേക്കേ തീരുള്ളൂ, ചിലപ്പം രാത്രി ആകുമ്പോഴേ തീരുള്ളൂ. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി. അതിനുശേഷം ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞ് ഫ്രീ ഡേയ്സ് ആയിരിക്കുമ്പോൾ ഞാൻ
ടൈമർ ഇങ്ങനെ കൂട്ടാൻ തുടങ്ങി. 6 hours, 7 hour, 8 hour അങ്ങനെ കൂട്ടി കൂട്ടി വെക്കാൻ തുടങ്ങി. പ്രിലിംസ് അടുത്തപ്പോഴത്തേക്കും കുറച്ചും കൂടെ കൂട്ടാൻ തുടങ്ങി. ഞാൻ ആ ടൈമർ അനുസരിച്ചായിരുന്നു എന്റെ പ്രിപ്പറേഷൻ. ഞാൻ ടോപ്പിക്സ് സെറ്റ് ചെയ്തിരുന്നില്ല ഒരു ദിവസത്തേക്ക്. കാരണം ടോപ്പിക്സ് സെറ്റ് ചെയ്ത് ഞാൻ മടുത്തു പോകും ചിലപ്പം. ആ ടോപ്പിക്സ് കഴിഞ്ഞില്ല എന്നൊക്കെ. ഈ സമയം പഠിച്ചു കഴിഞ്ഞെങ്കിൽ ഓക്കെ ഇന്നത്തേക്ക് മതി, നെക്സ്റ്റ് ഡേ നാളെ നോക്കാം, ബാക്കി റിമൈനിങ് സാധനം ഉണ്ടെങ്കിൽ നാളെ നോക്കാം എന്നായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ച. അങ്ങനെയായിരുന്നു എന്റെ ഒരു മെത്തഡ്. ഓക്കെ. അപ്പൊ നമ്മള് നമ്മുടെ ഡെയിലി ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ആനിക്ക് എന്തെങ്കിലും സെൽഫ് റിവാർഡിങ് മെക്കാനിസം ഉണ്ടായിരുന്നോ? സെൽഫ് റിവാർഡിംഗ് ആയിട്ട് ഞാൻ ഫുഡ് എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഫുഡ് ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ കുറച്ചു നേരം ഇങ്ങനെ സീരീസ് കണ്ട ഫ്രണ്ട്സ് പോലെ ബിഗ് ബാങ് തിയറി അങ്ങനെ സിറ്റ്കോംസ് കുറെ കാണുമായിരുന്നു. ഇങ്ങനെയായിരുന്നു എന്റെ ഒരു സെൽഫ് റിവാർഡിംഗ് മെക്കാനിസം. ഓക്കെ. സ്ട്രെസ് മാനേജ്മെന്റ് ഓൾറെഡി പറഞ്ഞു, നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ സിറ്റ്കോംസ് കാണുന്നു. അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തിരുന്നോ സ്ട്രെസ് മാനേജ്മെന്റിന് വേണ്ടി? അതോ സ്ട്രെസ് ജനറലി അധികം വരാത്തൊരു വ്യക്തിയാണോ ആനി? ഇല്ല, സ്ട്രെസ്ഡ് ആവാറുണ്ട്. എസ്പെഷ്യലി പ്രിപ്പറേഷന്റെ സമയത്ത് നല്ലോണം ഉണ്ടായിരുന്നു. പ്രിലിംസിന് ഏതെങ്കിലും മോക്ക് ടെസ്റ്റിനൊക്കെ മാർക്ക് പറയുമ്പോൾ സ്ട്രെസ്ഡ് ആവാറുണ്ടായിരുന്നു. ഞാൻ ഈ സിറ്റ്കോംസ് കാണുന്നത് കൂടാണ്ട് വീട്ടിലോട്ട് വിളിക്കും, ഫ്രണ്ട്സിനെ വിളിക്കും. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു നല്ല സ്ട്രോങ് ആയിട്ട്. അപ്പം ഇങ്ങനെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത് കൊണ്ട് കുറെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റി സ്ട്രെസ്. നമ്മളിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കാണുന്നതിനെ കുറിച്ച് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ആനിയുടെ ഡാഫിൽ ഞാൻ കണ്ടപ്പോൾ സിറ്റ്കോംസ് കാണുന്നതായിരുന്നു ഒരു ഹോബി. അതിനെക്കുറിച്ച് ആക്ച്വൽ UPSC ഇന്റർവ്യൂവിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? വന്നിരുന്നു. എന്നോട് ചെയർമാൻ ഫസ്റ്റ് ചോദിച്ച ചോദ്യം സിറ്റ്കോംസിനെ പറ്റിയായിരുന്നു. എന്നോട് ചോദിച്ചു, സോ യു വാച്ച് സിറ്റ്കോംസ്, വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് സിറ്റ്കോം എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഒരു സിറ്റ്കോമിന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പൊ എന്നോട് ചോദിച്ചു വൈ ഡു യു ലൈക്ക് ഫ്രണ്ട്സ് എന്ന് ചോദിച്ചു. ഞാൻ അതിനൊരു ആൻസർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടായിരുന്നു ബാക്കി ക്വസ്റ്റ്യൻസ്. ഞാൻ വെച്ച 3 ഹോബീസിൽ നിന്നും അവര് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. ബാക്കി 2 ഹോബീസ് ഏതൊക്കെയായിരുന്നു? ഒന്ന് പെൻസിൽ സ്കെച്ചിങ് ആയിരുന്നു, ഒന്ന് സൂംബ വെച്ചിരുന്നു. അപ്പം പെൻസിൽ സ്കെച്ചിങ്ങിൽ നിന്ന് ഇന്ത്യയിലെ ഫേമസ് കാർട്ടൂൺ ആർട്ടിസ്റ്റ് ആരാന്ന് ചോദിച്ചു. എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് എനിക്കൊന്നും ഓർമ്മ വന്നില്ല. അതിന് ഞാൻ ആൻസർ ചെയ്തത് കുറച്ച് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാൻ ഇൻസ്റ്റഗ്രാം ആർട്ടിസ്റ്റ് കുറച്ച് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ കുറച്ച് നേരം ഇൻസ്റ്റഗ്രാമിനെ പറ്റി, ജെൻസി കിഡ് ആണോ, ജെൻസി കിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ, അങ്ങനെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് പോയി. സൂംബ ഡാൻസിനെ പറ്റി വേറൊരു മെമ്പർ ചോദിച്ചത്. ആ മാം ചോദിച്ചു വൈ സൂംബ, വൈ നോട്ട് മോഹിനിയാട്ടം എന്ന് ചോദിച്ചു. ഞാൻ അതിന് ആൻസർ പറഞ്ഞിട്ട് പറഞ്ഞു ഇന്ത്യയിലെ യൂത്ത് ഇപ്പം അതേ മൂവിങ് അവേ ഫ്രം ക്ലാസിക്കൽ ഡാൻസസ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പം 3 ഹോബീസിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചു. വാച്ചിങ് സിറ്റ്കോംസ്, സുംബ ഡാൻസിങ് ഒന്നും അങ്ങനെ ഭയങ്കര സീരിയസ് ഹോബി അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ ഹോബി അല്ല. പലരും അങ്ങനെ UPSC ഡാഫിൽ ഭയങ്കര സീരിയസ് ഇന്റലക്ച്വൽ ടൈപ്പ് ഹോബീസ് വെക്കണം എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ സിറ്റ്കോംസ് വെച്ചപ്പോൾ ആനിയുടെ മനസ്സിൽ എന്തായിരുന്നു? പിന്നെ ഇത് എനിക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിരുന്നോ? വെച്ച സമയത്ത് ആലോചിച്ചിരുന്നു. ഞാൻ ആലോചിച്ചു ഇനി ഇത് സിമ്പിൾ കാര്യങ്ങളാണ് 3ഉം, അങ്ങനെ ഭയങ്കര ഇന്റലക്ച്വൽ അല്ലാന്ന് ഞാനും മനസ്സിൽ ആലോചിച്ചു. പക്ഷെ പുതിയതായി ബ്ലഫ് ചെയ്യണ്ടെന്നൊരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഇനി ഒരു ഹോബി ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എങ്ങനെയാണോ അത് മതി, അതിൽ നിന്ന് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് തന്നെ വെച്ചത്, അങ്ങനെ കണ്ടിന്യൂ ചെയ്തത്. ആൻഡ് ഇൻ ഹൈൻസൈറ്റ് അത് മതിയല്ലേ? അത് മതി, അത് മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നോട്ട് മേക്കിങ്ങിലേക്ക് പോവാം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിപ്പറേഷനിൽ ആവശ്യമുള്ള ഒന്നാണ് നോട്ട്സ്, ആൻഡ് എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് നോട്ട്സ് ഓൾസോ. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് എങ്ങനെയായിരുന്നു നോട്ട്സ് ഉണ്ടാക്കിയിരുന്നത്? സ്റ്റാറ്റിക് സബ്ജക്ട്സിന് എങ്ങനെയായിരുന്നു നോട്ട് ഉണ്ടാക്കിയിരുന്നത്? കറണ്ട് അഫയേഴ്സിന് ഞാൻ പ്രൈമർലി ഡിപ്പെൻഡ് ചെയ്ത് ന്യൂസ് പേപ്പർ തന്നെയാണ്. ഇപ്പൊ ന്യൂസ് പേപ്പറിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കുന്നത് വൺ നോട്ടിൽ ഡിജിറ്റൽ നോട്ട്സ് ഉണ്ടാക്കി. സബ്സെക്ഷൻസ് ആയിട്ട് GS 1, 2, 3 ഡിവൈഡ് ചെയ്തു. അതിൽ തന്നെ മെയിൻസിനും പ്രിലിംസിനും ചെറിയൊരു ഡിവിഷൻ കൊണ്ടുവന്നിട്ട് വളരെ കൺസൈസ് ആയിട്ടാണ് നോട്ട് ഉണ്ടാക്കിയത്. അപ്പൊ ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല കാര്യമായിട്ട് എന്ത് വേണം വേണ്ടെന്ന്. അപ്പൊ ആദ്യമൊക്കെ വലിയ പാരഗ്രാഫ്സ് ഞാൻ അതേപോലെ കോപ്പി ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ പിന്നെ ആണ് മനസ്സിലായത് എന്ത് വേണം വേണ്ട എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് കൺസൈസ് ആക്കാൻ തുടങ്ങി കാര്യങ്ങൾ. പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾ ആദ്യമൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചത് ഞാൻ എഡിറ്റ് ചെയ്ത് കളയാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സ്. പിന്നെ സ്റ്റാറ്റിക്കിന്റെ നോട്ട്സ് ഞാൻ ചെയ്തത് പ്രിലിംസിന് വേണ്ടിയിട്ട് ഹിസ്റ്ററി നോട്ട്സ് ആണ് കൂടുതലും പ്രിപ്പയർ ചെയ്തത്. അത് ഞാനൊരു മൈൻഡ് മാപ്പ് പോലെ, എനിക്ക് ഹിസ്റ്ററി ഡേറ്റ്സ് ഒക്കെ ഓർത്ത് വെക്കാൻ കുറച്ച് പാടാം. അപ്പൊ ഞാൻ അങ്ങനെ ഡേറ്റ്സ് എല്ലാം ഒരുമിച്ച് എഴുതി. പിന്നെ ആ ഒരു ഓർഡറിൽ ഏൻഷ്യൻ മെഡീവൽ റൂളേഴ്സിന്റെ ആ ഓർഡറിൽ തന്നെ നോട്ട്സ് എഴുതി. പിന്നെ PYQന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നോട്ട്സ് ഉണ്ടാക്കി. അതിനുശേഷം മെയിൻസ് വന്നപ്പോഴത്തേക്കും ഉണ്ടാക്കിയതും ഇങ്ങനെ തന്നെയായിരുന്നു. 3 GSനും 3 നോട്ട്സ് ആയിട്ട് അതിൽ തന്നെ സബ്സെക്ഷൻസ് കൊണ്ടുവന്നു.
റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കുറച്ചും കൂടെ. കറന്റ് അഫയേഴ്സ് ആയിരുന്നു മെയിൻസിന്റെ നോട്ട്സ് കുറച്ചും കൂടെ ഞാൻ ഫോക്കസ് ചെയ്തത്. പിന്നെ ഇന്റർവ്യൂവിന്റെ സ്റ്റേജിൽ വന്നപ്പം ശ്രദ്ധിച്ചത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രേസസോ നമുക്ക് ഇച്ചിരി ഫ്ലവറി ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ചിലപ്പം എഡിറ്റോറിയൽ പേജസിലൊക്കെ കുറച്ച് ഭംഗിയുള്ള കാര്യങ്ങൾ, നല്ല എക്സാമ്പിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ അങ്ങനെയായിരുന്നു കുറച്ചും കൂടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തത്. ആക്ച്വൽ ഇന്റർവ്യൂവിന് അത് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയോ? ഒരെണ്ണം പറ്റി. എന്നോടൊരു ഇന്ത്യയില് ഫാഷൻ പേജൻസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുമ്പം അത് ഒബ്ജക്ടിഫൈങ് വിമൻ ഓർ അതിനൊക്കെ എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അതിന് ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു നോട്ടിന്ന് എന്തോ ഒരു കാര്യം ഞാൻ അന്നേരം പറഞ്ഞു. ആ ഒരൊറ്റ കാര്യമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നോട്ട് മേക്കിംഗ് നമുക്ക് ബേസിക്കലി റിവൈസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ നോട്ട് നമ്മൾ തുടക്കത്തിൽ ഒത്തിരി വലിയ നോട്ടായിരിക്കും എന്ന് പറഞ്ഞല്ലോ, പിന്നെ ഡിലീറ്റ് ചെയ്ത് കംപ്രസ് ആക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ പ്രോസസ്സ് കുറച്ചുകൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്യാമോ? കാരണം എനിക്ക് തോന്നുന്നു ക്രിസ്പ് നോട്ട്സ് ആണ് റിവിഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലേ? അത് ഞാൻ ഓരോ വട്ടവും റിവൈസ് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് ഓരോ വട്ടം റിവൈസ് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടാവും. എന്ത് വേണം വേണ്ട എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഓൾറെഡി മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ അപ്പോൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. ഓൾറെഡി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാവുന്നെങ്കിൽ അതും ഡിലീറ്റ് ചെയ്ത് കളയും. പിന്നെ ചെയ്തിരുന്നത് കൺസൈസ് ആക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. ഇപ്പം പ്ലേസസ് ഇൻ ന്യൂസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണല്ലോ നമുക്കിപ്പോൾ. അപ്പൊ എന്തെങ്കിലും ഒരു പ്ലേസസ് ഇൻ ന്യൂസ് കണ്ടാൽ ഇപ്പൊ സോളമൻ ഐലൻഡ്സ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് ഓഷ്യനിലാണ്, അതിനോട് ചുറ്റുപറ്റിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒരു 3 പോയിന്റ്സ് മാക്സിമം എഴുതും എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെയായിരുന്നു നോട്ട്സ് ഞാൻ കൺസൈസ് ആക്കാൻ നോക്കിയത്. പക്ഷെ അത് ഗ്രാജുവലി ചെയ്തു വന്നൊരു കാര്യം. ഇനിഷ്യലി നമുക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഈ നോട്ട്സ് വെച്ചിട്ട് നോളേജ് ബേസ് സ്ട്രെങ്തൻ ആക്കി കഴിയുമ്പോൾ പിന്നെ അത് ഒരു നല്ല ആൻസർ ആക്കുക അതൊരു ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. അപ്പോൾ ഈ ആൻസർ റൈറ്റിങ്ങിലെ ഒരു സ്ട്രാറ്റജി, ആൻസർ റൈറ്റിങ്ങിന് എന്ത് ചെയ്തിരുന്നു അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആൻസർ റൈറ്റിങ്ങിന് ആദ്യത്തെ ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പോൾ ക്വാളിറ്റി തീരെ കുറവായിരുന്നു. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അതിനും ടോപ്പേഴ്സ് കോപ്പീസ് തന്നെയാണ് റിലൈ ചെയ്തത്. അത് ഓൾറെഡി ടൈം ടെസ്റ്റഡ് ആണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഒരു ടോപ്പേഴ്സ് കോപ്പി എടുത്തിട്ട് അവർ അറ്റംപ്റ്റ് ചെയ്ത ആ സെയിം ക്വസ്റ്റ്യൻ ഞാനൊന്ന് എഴുതി നോക്കും. എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഫ്രെയിം വർക്ക് എങ്കിലും ഒന്ന് ജസ്റ്റ് എഴുതി നോക്കും. എന്നിട്ടൊന്ന് കമ്പയർ ചെയ്യും എങ്ങനെയാണ് ആ ടോപ്പർ ആ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്തത്, ഞാൻ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് കുറവുകൾ വന്നത്, എവിടേക്കാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ കമ്പാരറ്റീവ് ആയിട്ട് ഞാൻ കമ്പാരിസൺ വെച്ച് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഈ ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പം ചുമ്മാ ഇതിങ്ങനെ ജസ്റ്റ് വായിച്ചു നോക്കും. എന്തെങ്കിലും പോയിന്റ്സ് കിട്ടോ, എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി ടോപ്പേഴ്സ് കോപ്പീസ് ഒരുപാട് അധികം വായിച്ചിരുന്നു. അത് തന്നെയാണ് മെയിൻ ആയിട്ട് ഫോളോ ചെയ്ത ഒരു സ്ട്രാറ്റജി എന്ന് പറയാൻ. പ്രസന്റേഷനിൽ എന്തെങ്കിലും വാല്യൂ ആഡിങ് ടെക്നിക്സ് ഉണ്ടായിരുന്നോ? ഡയഗ്രാംസോ സ്റ്റാറ്റിസ്റ്റിക്സോ കേസ് ലോസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിരുന്നോ? സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഡയഗ്രാംസും കുറച്ചും കൂടെ ഹബ് ആൻഡ് സ്പോക്ക് ഒക്കെ ഞാൻ ഒത്തിരി യൂസ് ചെയ്യും. കാരണം എനിക്ക് സമയം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മാനേജ് ചെയ്യാൻ. അപ്പൊ ഹബ് ആൻഡ് സ്പോക്ക് വരയ്ക്കുമ്പോഴത്തേക്ക് സമയം പേജും ഫില്ലാവും, സമയവും കുറവ് മതി. അപ്പൊ ഞാൻ ഒരുപാട് ഹബ് ആൻഡ് സ്പോക്ക് ഓൾമോസ്റ്റ് ഒരു ഒന്നിടവിട്ട ക്വസ്റ്റ്യൻസിന് തന്നെ ഹബ് ആൻഡ് സ്പോക്ക് ഞാൻ കൊണ്ടുവന്നിരുന്നു ആക്ച്വൽ എക്സാമിനും. കാരണം ഇല്ലെങ്കിൽ എനിക്ക് എഴുതി എത്തില്ലായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ഡയഗ്രാംസ് കുറവായിരുന്നു, പക്ഷെ ഹബ് ആൻഡ് സ്പോക്ക് അങ്ങനത്തെ പ്രസന്റേഷൻസ് കൂടുതലും കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തുടക്കം തൊട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ടോപ്പേഴ്സ് കോപ്പി. അപ്പം ഒത്തിരി ടോപ്പേഴ്സ് കോപ്പി റെഫർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇത്രയും ടോപ്പേഴ്സ് കോപ്പി റെഫർ ചെയ്യുമ്പോൾ പലരുടെയും സ്ട്രാറ്റജിയും അപ്രോച്ചും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അത് ആനിയുടെ സ്വന്തം സ്റ്റൈലാക്കി മാറ്റുന്നത് എങ്ങനെയായിരുന്നു? ആരുടെയെങ്കിലുമൊക്കെ ടോപ്പർ സ്ട്രാറ്റജി ബ്ലൈൻഡ്ലി കോപ്പി ചെയ്യുമായിരുന്നോ, അതോ ചിലത് അഡാപ്റ്റ് ചെയ്യുമായിരുന്നു? എങ്ങനെയായിരുന്നു അത് ടോപ്പർ സ്ട്രാറ്റജി ഫോളോ ചെയ്തിരുന്നത്? രണ്ടും ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തൊരു കാര്യമാണ് ഞാനൊരു ടോപ്പറിന്റെ ഒരു റീലിൽ കണ്ടതാണ്. ലക്ഷ്മികാന്ത് വായിക്കുമ്പോൾ ഫസ്റ്റ് ടൈം പെൻസിൽ വെച്ച് അണ്ടർലൈൻ ചെയ്യായിരുന്നു. സെക്കൻഡ് റിവിഷൻ ഒരു പെൻ വെച്ച് അണ്ടർലൈൻ ചെയ്യും. തേർഡ് റിവിഷൻ ഒരു ഹൈലൈറ്റർ വെച്ച് അണ്ടർലൈൻ ചെയ്യും. ഫോർത്ത് റിവിഷന് വീണ്ടും വേറൊരു കളർ ഹൈലൈറ്റർ യൂസ് ചെയ്യും. ഫിഫ്ത്ത് റിവിഷന് ഒരു റെഡ് പെൻ വെച്ച് ഒരു സ്റ്റാർ ഇടും, ടിക്ക് ഇടും. അപ്പം ലാസ്റ്റ് ടൈം റിവൈസ് ചെയ്യുമ്പോൾ തൊട്ട് മുന്നത്തെ വട്ടം എന്താണോ നമ്മൾ മാർക്ക് ചെയ്തത് അത് മാത്രം റിവൈസ് ചെയ്യുന്ന പോകുന്ന ഒരു കാര്യം. അത് ഞാനൊരു ടോപ്പറിന്റെ കയ്യിൽ നിന്ന് ബ്ലൈൻഡ്ലി അങ്ങനെ തന്നെ കോപ്പി ചെയ്തൊരു കാര്യമാണ്. അതേസമയം അഡാപ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ NCERT നോട്ട് പ്രിപ്പറേഷൻ. ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ടോപ്പർ പറയുന്നതായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി NCERTസിന് നോട്ട് ഉണ്ടാക്കാൻ. പക്ഷെ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരുന്നു. എനിക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല ആ ഒരു ടൈം ലൈനിൽ. അതുകൊണ്ട് ഞാൻ നിർത്തി. NCERTസ് ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. NCERT നോട്ട് മേക്കിംഗ് ഞാൻ നിർത്തി. NCERTസ് വായിച്ച് അങ്ങനെ തന്നെ പഠിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പ്രാക്ടിക്കലായ കാര്യങ്ങൾ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ബ്ലൈൻഡ്ലി എടുക്കുക, അല്ലാത്തത് ചെറിയ മാറ്റം വരുത്തി നമ്മുടേതായ രീതിയിലാക്കുക. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്.
ലാസ്റ്റ് ക്ലീഷേഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ ഈ പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ഒത്തിരി ഫ്രഷേഴ്സ് ഉണ്ട്. അപ്പം അവരെല്ലാവരും പണ്ട് ആനി കണ്ട പോലെ ഈ ടോപ്പേഴ്സ് ഇൻ്റർവ്യൂ കാണുമായിരിക്കും. അപ്പം അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് അതെന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ കൺസിസ്റ്റൻസിയോടെ ചെയ്യണം. ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന ലക്ഷ്മികാന്ത് ആണെങ്കിലും NCERTs ആണെങ്കിലും ആ സെയിം കാര്യങ്ങൾ ന്യൂസ് പേപ്പർ റീഡിംഗ് ആണെങ്കിലും കൺസിസ്റ്റൻസിയോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുറവുകൾ ഒന്ന് അനലൈസ് ചെയ്ത് അതിൽ മാറ്റങ്ങൾ വരുത്തി അത് കൺസിസ്റ്റൻസിയോടെ ചെയ്യുവാണെങ്കിൽ ഐ തിങ്ക് എവ്രിബഡി കൻ ക്രാക്ക് ദിസ് എക്സാം. താങ്ക് യു സോ മച്ച് ആനി. ഇറ്റ് വാസ് വണ്ടർഫുൾ ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് യു. ഒത്തിരി സിമ്പിൾ ആണെന്ന് തോന്നുന്നു എനിക്ക് ആനിയുടെ അപ്രോച്ച്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. പക്ഷേ എഗെയിൻ കൺസിസ്റ്റൻസി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആനി വീണ്ടും അടിവരയിടുന്നു. സോ താങ്ക് യു. താങ്ക്സ് വൺസ് അഗെയിൻ. താങ്ക് യു. Fortune IAS Academy. More than just an academy.